ഹലോ ഗൈസ്, യെസ്, ഇന്ന് നമ്മൾ എവിടെയാണെന്നില്ലേ, നമ്മൾ റൂമിൽ തന്നെയാണ്. നമ്മുടെ ഇക്കയാണ്, ഇക്കയുടെ നീസ് പറയും പോലെ ടപ്പേന്ന് സവാള അരിയുന്നത്. ഇന്ന് നമ്മളൊരു മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് ആദ്യം ചീനിച്ചട്ടിയും എണ്ണയും ഒഴിച്ച് റെഡിയാക്കി അതിൽ വെളുത്തുള്ളി തട്ടയാണ്, അതിൽ പച്ചമുളക് ഇടുകയാണ്, ഇട്ട് നല്ല വഴറ്റുകയാണ് കണ്ടോ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതായത് ഇക്കയുടെ നീസ് പറഞ്ഞതുപോലെ ടപ്പേന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മൾ അങ്ങ് എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പെടുത്തിട്ട് നല്ല രീതിയിൽ വഴറ്റുകയാണ്. അതിൽ കുറച്ച് കരുവേപ്പില നമ്മൾ തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ വേകാൻ വേണ്ടി ഇച്ചിരി വെയിറ്റ് ചെയ്യുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ചേട്ടായി പച്ച ഗ്രീൻ ആപ്പിളും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കൊതിപ്പിക്കുകയാണ്, കണ്ടില്ലേ. അതിന് ശേഷം നമ്മൾ തക്കാളി, നമ്മുടെ ജോലി കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ തക്കാളി ഇടുകയാണ്. ഇവിടെ നമുക്ക് കോക്കനട്ട് മിൽക്ക് പാക്കറ്റിൽ കിട്ടും. അതിൻ്റെ പൗഡർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതിൽ മിനറൽ വാട്ടർ ഒഴിച്ച് നല്ല രീതിയിൽ കലക്കി അങ്ങോട്ട് വെച്ചിട്ട്, എന്നിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ ഗരം മസാല എല്ലാം ചേർത്ത് നമ്മൾ ഒന്നൊന്നായിട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കണം, കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ തട്ടിയിട്ട് നല്ല രീതിയിൽ വഴറ്റുകയാണ്. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കുകയാണ്. എൻ്റെ മുത്ത്, അതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല കളറായി. ഇതാ കണ്ടില്ലേ എൻ്റെ മുത്തുക്കളെ, ഈ പൊളി വൈബാണ്. ഇതാണ് ഇവിടുത്തെ മുട്ട. ഇവിടെ സീലടിച്ചേ വരത്തുള്ളൂ. അതിന് ശേഷം നമ്മൾ മുട്ട നല്ല രീതിയിൽ നമ്മുടെ ഗ്രേവി തിളച്ചതിന് ശേഷം നമ്മുടെ മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഒന്നൊന്നായിട്ട് ഒഴിക്കുകയാണ്. നമ്മൾ 3 പേരുണ്ട്, മൊത്തം 4 മുട്ടയായിട്ട് നമ്മൾ മേടിച്ച് ഒന്നൊന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് കലക്കല്ല്. ഈ മുട്ട നമ്മൾ കലക്കാതെ നമ്മൾ അതിനെ വേവിപ്പിക്കാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വയ്ക്കുകയാണ്. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ ഈ പരുവായി കാണും കേട്ടോ. എന്നിട്ട് നമ്മൾ ലൈറ്റായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇത് പൊട്ടാതെ കറക്റ്റായിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. വീണ്ടും കണ്ടില്ലേ, അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൂടെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ മല്ലിയില ചെപ്പ് അങ്ങോട്ട് ഇടുകയാണ്. ആ മല്ലിയില ചെപ്പ് ഇടുമ്പോൾ നല്ല ഫ്ലേവർ അങ്ങോട്ട് കിട്ടും കേട്ടോ, സത്യമാണ്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് രാത്രി അത്താഴത്തിന് സൈഡ് ഡിഷായിട്ട് ഇതാ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഈന്തപ്പഴം വെച്ചാണ് നമ്മൾ സലാഡ് കഴിക്കുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമ്മളെല്ലാം റെഡിയാക്കി ഇതാ വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ മുട്ടക്കറിയും സലാഡും മാത്രം നമ്മൾ വെച്ച് നമ്മൾ സന്തുഷ്ടരാണ് ഈ ഡൈനിങ്ങിന്. ഇത് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എല്ലാ കമൻറ്റുകളും രേഖപ്പെടുത്തുക. ഈ ഫുഡ് ആദ്യമായിട്ട് നമ്മൾ വിളമ്പി കൊടുക്കുന്നത് നമ്മുടെ ഇക്കയ്ക്കാണ്. ഇക്കത വിളമ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇക്ക കഴിച്ചു നോക്കി, ഇക്കയ്ക്ക് പറയാൻ വയ്യെന്ന്. വേറെ ലെവൽ, വേറെ വൈബ്, വേറെ മൂഡാണ്. എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ഈ പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഞാൻ പ്രത്യേകം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഡാനിൽ ഏടെന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഗുഡ് നൈറ്റ്, ഹാവ് എ ബ്ലെസ്ഡ് ഡേ, ടേക്ക് കെയർ, ബൈ.